അറബി മലയാളം എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഏതാണ്ട് പാകമായി കഴിഞ്ഞ, വളർച്ചയെത്തിക്കഴിഞ്ഞ ഒരു മലയാളം, അതിനകത്തേക്കും അറബി സംക്രമണം ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ശിഥിലമായി പോയ ഒരു ഭാഷ എന്നുള്ള നിലയിൽ ആണ് യഥാർത്ഥത്തിൽ ഈ അറബി മലയാളത്തെക്കുറിച്ചുള്ള ഒരു വിഭാവന നമ്മൾക്കിടയിൽ നിലനിൽക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഗതിയാണോ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു പരിശോധന. മലയാളം എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന സംഗതി അതിൻ്റെ ഒരു നേരത്തെയുള്ള ഒരു പക്ഷേ ഈ സംസ്കൃത സംക്രമണം വരുന്നതിന് മുമ്പുള്ള കാലം മുതൽക്ക് ഇങ്ങോട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 7 ലിപികളിലെങ്കിലും മലയാളം എന്ന് നമ്മൾ സാമാന്യമായി വ്യവഹരിക്കുന്ന ഭാഷ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വട്ടെഴുത്തുണ്ട്, കോലെഴുത്തുണ്ട്, ഗ്രന്ഥലിപിയുണ്ട്, പിന്നെ തമിഴുണ്ട്, അറബിയുണ്ട്, സുറിയാനിയുണ്ട്, ബ്രഹ്മി, ഇങ്ങനെ വൈവിധ്യങ്ങളായ ലിപികളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ പൊതുഭാഷാ പൈതൃകം. അതിൽ ഒരെണ്ണം ഗ്രന്ഥലിപിയാണ്, വേറൊരെണ്ണം അറബി ലിപിയാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലിപികളൊക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഗ്രന്ഥ ഒഴിച്ചുള്ള ഒരു ലിപിയിലും സംസ്കൃതം യഥാവിധി എഴുതാനാവില്ല. നേരെ തിരിച്ചു പറഞ്ഞാൽ ഒക്കെ ഈ ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നതാണ്. അതിനകത്ത് അറബി ഈ സംസ്കൃതത്തിലെ അധികര മൃദുഘോഷാദി അക്ഷരങ്ങൾക്കുള്ള ലിപിയില്ല. അപ്പോൾ നേരെ മറിച്ച് സംസ്കൃതം മലയാളത്തിൽ എഴുതാൻ വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ ഗ്രന്ഥലിപി ഉപയോഗിച്ചുകൊണ്ടിരുന്നതും. ആ അക്ഷരങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ സംസ്കൃത വാക്കുകൾ എങ്ങനെയാണ് എഴുതുക? സ്വാഭാവികമായും ഈ നിലവിൽ ലഭ്യമായ തമിഴ് അക്ഷരമാലയിലെ ലിപികൾ ഉപയോഗിച്ച് തന്നെ എഴുതണം. അപ്പോൾ സംസ്കൃതാക്ഷരങ്ങൾ നമ്മൾ ഇന്ന് ശീലിക്കുന്നത് പോലെ, ഇന്ന് പ്രയോഗിക്കുന്നത് പോലെ അതർഹിക്കുന്ന സംസ്കൃതത്തിൻ്റെ രീതി അനുസരിച്ചുള്ള ഉച്ചാരണം സാധ്യമല്ലാതെ വരും. ശാസ്താവ് ചാത്തനാകുന്നത് പോലെ, ശ്രീദേവി ചിരുദേവി ആവുന്നത് പോലെ ഒക്കെയുള്ള മാറ്റങ്ങൾ വ്യാപകമായി സംഭവിക്കും. ഇങ്ങനെയുള്ള 7ഓളം ലിപികളിൽ പലപ്പോഴായി, ഒരേ സമയത്തെന്ന് പറഞ്ഞുകൂടാ, പലപ്പോഴായി സമാന്തരമായി വികസിച്ചു വന്നിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ഭാഷാചരിത്രം. അതിൽ സംസ്കൃതത്തെ യഥാവിധി എഴുതുന്നതിന് വേണ്ടി സവിശേഷമായി സന്നിവേശിപ്പിക്കപ്പെട്ട അക്ഷരങ്ങളും ലിപികളോടും കൂടിയ ഒന്നിൻ്റെ വികാസമാണ് ഇന്ന് നമ്മൾ ക്ലാസ് മുറികളിൽ പരിചയപ്പെടുത്തുന്ന, നമ്മൾ നിത്യ ജീവിതത്തിൽ വ്യവഹരിക്കുന്ന മലയാളമായി വികസിക്കുന്നത്. ഇതേപോലെ ആ ഒരു എലിമെൻറ്റിന് പകരം, സംസ്കൃതാക്ഷരങ്ങളുടെ സാന്നിധ്യത്തിന് പകരം അതേ തമിഴ് അടിസ്ഥാനത്തോട്, അക്ഷരമാല അടിസ്ഥാനത്തോട് അറബി ലിപികൾ കൂടി ചേർന്ന വേറെ ഒരു സമാന്തരതയാണ് യഥാർത്ഥത്തിൽ അറബി മലയാളത്തിൻ്റേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുക അതിനകത്ത് ഈ സംസ്കൃത പദങ്ങൾ നേരെ ചൊവ്വേ ഉച്ചരിക്കാനാവില്ല, എഴുതാനാവില്ല. ഇത് വളരെ സ്വാഭാവികമാണ്, മറ്റെല്ലാ ലിപികളിലും സംഭവിച്ചതുപോലെ. പക്ഷേ നമ്മൾ ഈ അറബി മലയാളത്തെ നോക്കുന്നത് ഈ ഗ്രന്ഥലിപിയുടെ സാന്നിധ്യം സാധ്യമാക്കുന്ന ഉച്ചാരണ വ്യവസ്ഥയിൽ നിന്നാണ് എങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞതും ഉച്ചാരണശുദ്ധിയില്ലാത്തതും ഒരുപക്ഷെ ഈ സംസ്കൃതത്തിൻ്റെ ഘടനയോട് പൊരുത്തപ്പെടാത്തതുമായ ഒരു സാധനമായതുകൊണ്ട് അത് വളരെ മോശമായ ഒരു മലയാളമായി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അറബി മലയാളത്തോട് നമുക്ക് വലിയ ഒരു പുച്ഛം സ്വാഭാവികമായി ഉണ്ടാവുന്നത്.
പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അറബി മലയാളം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 1824 തുടങ്ങുന്ന പ്രിന്റ്, മലയാള പ്രിന്റ്, പൊതുവെ മിഷനറിമാർ ഉപയോഗിച്ചിട്ടുള്ള ലിപി ഗ്രന്ഥലിപിയാണ്. സ്വാഭാവികമായും അച്ചടിയിലേക്ക് വന്നപ്പോഴും അവർ ആ ഗ്രന്ഥലിപിക്ക് തന്നെയാണ് അച്ചുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ അത് പ്രചാരത്തിൽ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് അതിൻ്റെ സമ്മർദ്ദം ഈ അറബി മലയാളത്തിലേക്കും മറ്റെല്ലാ സംഗതികളിലേക്കും വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ ഗസ്വത്ത് ബദറുൽ കുബ്ര എഴുതുന്ന സമയത്ത് ചാക്കീരിയുടെ ഒരു കുറിപ്പുണ്ട്. മാപ്പിളമാരുടെ മലയാളത്തെ നശിപ്പിക്കുന്നത് ഈ അറബി മലയാളമാണ് എന്ന് പറഞ്ഞു. അയാളത് ആദ്യം എഴുതുന്നത് അറബി മലയാളത്തിലാണ്. ആ സമയം അറബി മലയാളത്തിൽ ഈ ചർച്ച വളരെ ഗുരുതരമായി നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് ചാക്കീരി പലതവണ മാറ്റി എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ചാക്കീരി ബദർ എന്ന് പേരിൽ അറിയപ്പെടുന്ന കൃതി. അതിൻ്റെ അവസാനത്തെ ചരിത്രം എന്താന്ന് പറഞ്ഞാൽ, മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് ഫൈനലൈസ് ചെയ്ത 1917 മറ്റോ ആണ് ഫൈനലൈസ് ചെയ്ത ഗസ്വത്ത് ബദറുൽ കുബ്ര. ഏതാണ്ട് 70കളിൽ മലയാള ലിപിയിൽ അയാളുടെ പേരക്കുട്ടി അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് കേവല ലിപി മാറ്റം മാത്രമേ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ അറബി മലയാളം തന്നെ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു അറബി മലയാളത്തിലാണ് ചാക്കീരി അത് എഴുതുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രതിഭാസം എന്താണ്? അതിനിടയിൽ നടക്കുന്നത്, ഈ ചാക്കീരിക്ക് അന്ന് അറബി മലയാളത്തെക്കുറിച്ച് തോന്നിയതുപോലെയുള്ള പുച്ഛം സമൂഹത്തിൽ മൊത്തത്തിൽ അനുഭവപ്പെടുകയും മുസ്ലിം മാപ്പിള സമുദായത്തിൽ പ്രത്യേകിച്ചും അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ അത് പരിഷ്കരിക്കാനുള്ള വലിയ മുറവിളികളുണ്ടായി. ആ മുറവിളി ലിപി പരിഷ്കരണം എന്നുള്ള പേരിലാണ് അറബി മലയാളത്തിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ അന്തർധാര എന്താണെന്ന് ചോദിച്ചാൽ, പഴയ തമിഴിൻ്റെ എന്നുവെച്ചാൽ ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്ന ആ സംഗതിയും അതിൻ്റെ കൂടെ അറബി ലിപിയും കൂടെ ചേർന്നതാണ് പഴയ അറബി മലയാളം. ആ അറബി മലയാളത്തെ സംസ്കൃതാക്ഷരങ്ങൾ കൂടി യഥാവിധി എഴുതാവുന്ന തരത്തിൽ പരിഷ്കരിക്കുക, അതിനുള്ള അക്ഷരങ്ങൾ കൂടി ഇതിൽ ചേർക്കുക, അതിനുള്ള ലിപികൾ കൂടി കണ്ടെത്തുക. ഈ ലിപി പരിഷ്കരണം എന്ന് പറയുന്നത് ഈ പുതിയ, ഇപ്പോൾ നേരത്തെ ശ്രീനാഥ മാഷ് സൂചിപ്പിച്ചതുപോലെ ക കഴിഞ്ഞാൽ പിന്നെ ങ മാത്രമേ തമിഴിലുള്ളൂ, ച കഴിഞ്ഞാൽ പിന്നെ ഞാ മാത്രമേ തമിഴിലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അക്ഷരങ്ങൾ, അതിൽ ജ അറബിയിലുള്ളത് കൊണ്ട് അറബി മലയാളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഛ ജ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ എഴുതാവുന്ന തരത്തിലുള്ള പുതിയ ലിപികൾ ആസൂത്രണം ചെയ്ത് അതുകൂടി അറബി മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്കൃതീകരണ പ്രക്രിയ, ഇത് വളരെ സവിശേഷമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1894 അതുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങൾ വരുന്നത്. കാരക്കൽ മുഹമ്മദിൻ്റെ ഒരു പുസ്തകം പഞ്ചജാല പത്രം, അതുപോലെ പിന്നെ തസ്വീറുൽ ഹുറൂഫ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, പിന്നെ മക്തി തങ്ങളുടെ ഒരു പുസ്തകം, ചാലകത്തിൻ്റെ ഒരു പുസ്തകം. ഈ 3 പുസ്തകങ്ങൾ ഒരു 1.5 വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഇത് 3ഉം ഇതിന് എങ്ങനെയാണ് ഇതിനകത്ത് ഈ അക്ഷരങ്ങൾ ഉൾച്ചേർക്കേണ്ടത്, അതിൻ്റെ ലിപി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗംഭീരമായ ചർച്ചയാണ്. ഒരു പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ലിംഗ്വിസ്റ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതിന് സമാനമായ ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ ലിപി പരിഷ്കരണം എന്ന അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല. അതിലേറ്റവും നിർണായകമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ആ പരിഷ്കരണം നടക്കുന്നതിന് മുമ്പേ തന്നെ എഴുതപ്പെട്ടതാണ് മോയിൻകുട്ടി വൈദ്യരുടെ മിക്കവാറും കൃതികൾ. എന്ന് പറഞ്ഞാൽ വൈദ്യരുടെ കൃതികളിൽ സംസ്കൃതാക്ഷരങ്ങളെ, സംസ്കൃത പദങ്ങൾ ചെറുതായിട്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, സംസ്കൃതാക്ഷരങ്ങളെ യഥാവിധി എഴുതാവുന്ന വിധത്തിൽ വികസിച്ചിട്ടുള്ള ഒരു അറബി മലയാളത്തിലല്ല മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പിന്നീട് വന്ന കാത്തിബുമാരുടെ എഴുത്തുകളിൽ അവർ ഈ പദങ്ങളെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം മോയിൻകുട്ടി വൈദ്യരുടെ രചനയുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ, അപ്പോൾ ആ ഒരു പ്രവണത മൊത്തം പരിശോധിച്ചാൽ അറബി മലയാളത്തെ തുടക്കത്തിൽ വരുന്ന ഈ തമിഴ് അക്ഷരങ്ങളുടെയും മലയാളാക്ഷരങ്ങളുടെയും മാത്രം കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള
മിശ്രണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ലിപി പിന്നീട് സംസ്കൃത അക്ഷരങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന തരത്തിൽ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? അങ്ങനെ വരുമ്പം കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലിപിയായി ഈ അറബി മലയാളം മാറുകയാണ്. ഇത് വളരെ നിർണായകമായൊരു സംഗതിയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താണ് നമുക്ക് മലയാളത്തെക്കുറിച്ചുള്ള ഭാവന? ആ ഭാവനയാണ് നേരത്തെ ശ്രീനാഥൻ മാഷ് സൂചിപ്പിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞത്. ആ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളതിനെ നമ്മൾ ഒരു രീതിയിൽ വായിച്ചാൽ കേരളത്തിൻ്റെ അതിർത്തിക്കകത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ലിപിപരമായി, ഭാഷാപരമായി, വൈജ്ഞാനികമായി, ഭാവനാപരമായി ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മലയാളത്തെ മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ മലയാളിയുടെ പൊതുമലയാളം എന്ന് പറയാൻ പറ്റൂ. ഈ സെൻസ് വെച്ച് നിങ്ങൾ നമ്മളുടെ ലിപിയെ ഒന്ന് പരിശോധിച്ച് നോക്കും. ഇപ്പോൾ ഈ മുസ്ലിം അറബി ലിപിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആകെ 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ 13 മലയാളത്തിൽ സമാനമായ ഉച്ചാരണങ്ങളില്ല എന്ന് പറഞ്ഞാൽ പകുതി. പിന്നെ എങ്ങനെയാണ് ഈ അറബിയിലുള്ള ഒരു പദാവലി, ഒരു പദം മലയാളത്തിൽ നമ്മൾ എഴുതുക? അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? സംസ്കൃത പദങ്ങളെ തൽഭവമായി സ്വീകരിച്ചുകൊണ്ട് മലയാളത്തിലെ മറ്റെല്ലാ ലിപികളിലും ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെയാണ് തത്സമമായി തന്നെ സംസ്കൃതം എഴുതണം എന്ന താല്പര്യത്താൽ, ശരിയായ താല്പര്യത്താൽ, മാന്യമായ താല്പര്യത്താൽ ഗ്രന്ഥലിപി മലയാളത്തിലേക്ക് വരണത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വലിയ ഒരു ജനവിഭാഗം അവരുടെ പേരെഴുതാൻ, അവരുടെ ദൈനംദിന ജീവിതത്തിലെ അനിവാര്യമായ അറബി പദങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ, കുറിക്കാൻ ആവശ്യമായ ലിപി നമ്മുടെ ലിപിയിലില്ല. ഇനി നമ്മുടെ പദകോശങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ വരുമ്പോൾ സാധാരണഗതി സ്കൂളിൽ നിന്നാണല്ലോ എല്ലാവർക്കും കിട്ടുന്ന കുറേ മലയാളം കിട്ടുന്ന സ്കൂളിൽ നിന്നാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംവിധാനം ഇല്ല. ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ശബ്ദധാരാവലി കേരളത്തിലെ ഈ മാപ്പിള സാംസ്കാരിക ജീവിതവുമായി ബന്ധപ്പെട്ട എത്ര ആയിരം പദങ്ങളുടെ അഭാവമാണ് ശബ്ദധാരാവലിയെ പ്രസക്തമാക്കുന്നത്, ശ്രദ്ധേയമാക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഈണ പാരമ്പര്യം എടുത്തു, വൃത്തശാസ്ത്രം, വൃത്തമഞ്ജരിയിൽ അതാണല്ലോ ഔദ്യോഗികമായി നമ്മൾ താളം പഠിപ്പിക്കാൻ, കവിതയുടെ താളം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുട്ടിക്കൃഷ്ണമാരാരാണ് പിന്നീട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഉദാഹരണമൊക്കെ കൊടുത്തത്. വൃത്തമഞ്ജരി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും PGക്ക് പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തും. അതിനകത്ത് പറഞ്ഞതിൻ്റെ സാധ്യതകൾ പരിശോധിക്കും, അതിനെ യോജിക്കും വിയോജിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അവിടെയും ഇതില്ല. ഇത് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴഞ്ചൊല്ലുകൾ, ചൊല്ലുകളൊക്കെ ആണല്ലോ ഒരു ഭാഷയാക്കുന്നത്, ശൈലികൾ. ഈ പറയണതൊക്കെ എടുത്താൽ മാപ്പിള ചൊല്ലുകൾ എന്ന് പറയുന്നത് വേറൊരു പുസ്തകമാണ്. അത് പൊതുസമൂഹമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മുടെ ചൊല്ലുകൾ ആരുടെ ചൊല്ലുകളാണ്? നമ്മുടെ കഥങ്കഥകൾ ആരുടെ കടങ്കഥകളാണ്? നമ്മുടെ മിത്തുകൾ ആരുടെ മിത്തുകളാണ്? നമ്മുടെ ഐതിഹ്യങ്ങൾ ആരുടെ ഐതിഹ്യങ്ങളാണ്? ഇത് ഒരു വിഭാഗീയതയോ ഒരു വർഗീയതയോ ഒന്നും പറയുകയല്ല ഞാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? കേരളത്തിലെ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൈഫർക്കേഷൻ കൃത്യമായി സാധ്യമാകുന്നത് ശ്രീനാഥൻ മാഷ് പറഞ്ഞ ഇതുണ്ടല്ലോ, ഉത്കൃഷ്ട ഭാഷ അപകൃഷ്ട ഭാഷ എന്ന് പറയുന്നൊരു സംഗതി. ഉത്കൃഷ്ട ഭാഷയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളരെ ചെറിയ എന്നാൽ സാംസ്കാരികമായി വലിയ സ്വാധീനമുള്ള ഒരു ചെറിയ ജനവിഭാഗത്തിൻ്റെ സാംസ്കാരിക ഈടുവെപ്പുകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ മറ്റൊരു ജനവിഭാഗത്തെയും റെപ്രസെൻ്റ് ചെയ്യാത്തതാണ് നമ്മുടെ മലയാളം.
ഞാനൊരു ഒരു 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 പിന്നെ പൊയ്കയിലപ്പച്ചനെ നേരത്തെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. പ്രസിദ്ധമായൊരു പാട്ടുണ്ടല്ലോ, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെക്കുറിച്ച്. അത് വല്ലാത്തൊരു നിലവിളിയാണ്, വല്ലാത്തൊരു നിലവിളിയാണത്. മറ്റനേകം എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഈ കാണാത്തതിൽ തന്നെയാണ് അനേകം നിലനിൽക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ കേരളത്തിലെ അവർണ ജനവിഭാഗത്തിൻ്റെ മാപ്പിളമാരുടെ ഇങ്ങനെ തുടങ്ങി ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ സാംസ്കാരിക മുദ്രകളില്ലാത്ത, പ്രതിനിധാനങ്ങളില്ലാത്ത, താളങ്ങളില്ലാത്ത, പദാവലികളില്ലാത്ത, ലിപികളില്ലാത്ത, ചൊല്ലുകളില്ലാത്ത, ശൈലികളില്ലാത്ത, ഐതിഹ്യങ്ങളില്ലാത്ത, മിത്തുകളില്ലാത്ത ഒരു ഭാഷയെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മാനക മലയാളം എന്ന് പറയുന്നത്. പകുതിയും ചത്ത ഒരു ഭാഷയിലാണ് ഞാൻ കവിത എഴുതുന്നത്. സുകുമാരൻ ചാലികത്തയുടെ പ്രസ്താവനയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. മലയാളത്തെക്കുറിച്ചുള്ള വിഭാവനയെ പുനരാലോചിക്കാൻ, നമ്മളെ ഗൗരവപൂർവ്വം പുനരാലോചിക്കാൻ നിർബന്ധിക്കുന്ന ഒന്ന്. ഇതിപ്പോൾ ജനാധിപത്യത്തിൻ്റെയൊക്കെ കാലമാണല്ലോ. സംഭവിക്കേണ്ടത് എന്താണ്? കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും പറ്റുന്നിടത്തോളം ഏറ്റവും സൂക്ഷ്മമായ സമൂഹങ്ങളുടേതുവരെ, അത് ലിപിയായാൽ കൊള്ളാം, പദാവലിയായാൽ കൊള്ളാം, ഭാഷയുമായി ബന്ധപ്പെട്ട ഞാൻ ഇതുവരെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഏതൊക്കെ കാര്യങ്ങളായാലും കൊള്ളാം, അതെല്ലാം ഉൾച്ചേരുന്ന ഒരു മലയാളത്തിന് മാത്രമേ മലയാളികളുടെ മാതൃഭൂമിയാണെന്ന് പറയുന്ന EMSൻ്റെ വിഖ്യാതമായ പ്രസ്താവനയിലെ മലയാളത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു തിരസ്കാരത്തിനെതിരെ വിരൽ ചൂണ്ടുന്നു, ഈ ഒരു തിരസ്കാരത്തിനെതിരെയുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ ഒരു ഇൻക്ലൂഷന് വേണ്ടി വാദിക്കുന്നു എന്നുള്ളതാണ് അറബി മലയാളത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൻ്റെ കൂടെയാണ് എനിക്കൊരിത്തിരി രാഷ്ട്രീയം പറയാനുള്ളത്. അത് ഏതാണ്ട് ഒരു 30 വർഷക്കാലം, ഈ കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോകുന്നത്, ഒരു 30 വർഷക്കാലം നിരന്തരമായി പീസ് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്ന ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കോളറാണ് ഗാൽത്തുങ്. അങ്ങേര് ആവിഷ്കരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, കൾച്ചറൽ വയലൻസ് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഈ 30 വർഷത്തെ പീസ് സ്റ്റഡീസിൻ്റെ ഇടയിൽ അങ്ങേരുടെ തലയിൽ തടഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് അയാൾ പറയണത്, സാംസ്കാരികമായി മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം ആക്രമിക്കപ്പെടാൻ ഏറ്റവും എളുപ്പമാണെന്നാണ്. ഞാൻ ഈ ആശയം വായിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന ചിത്രം ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ അട്ടപ്പാടിയിലെ അടിച്ചു കൊല്ലപ്പെട്ട ഒരു മധുവിൻ്റെ ചിത്രമാണ്. രണ്ടാമത് ഞാൻ ഈ സംഗതി ഓർത്ത വേറൊരു സന്ദർഭം MT മരിച്ചപ്പോഴാണ്. MTയുടെ കൃതികളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആൾക്കാരുടെ ഗംഭീരമായ ചിത്രീകരണമുണ്ട് MTയുടെ കൃതികളിൽ. അതിനകത്ത് പക്ഷേ അത്ഭുതകരമായ വേറൊരു സംഗതി എന്താണെന്നറിയാവോ? പ്രത്യേകിച്ച് ഒരു തൊഴിലും ചെയ്യാതെ അതിന് പോകാൻ കഴിയാത്ത ചില മൂഢസങ്കല്പങ്ങളുടെ ഫലമായി ഇങ്ങനെ വെറുതെ കഴിയുന്ന ആളുകൾ അനുഭവിക്കുന്ന പട്ടിണി വളരെ പ്രധാനമാണ് അതിനകത്ത്. അതേ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നവർ, അതേ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അതിനേക്കാൾ ജാതീയമായി വളരെ താഴെ നിൽക്കുന്ന ചില ആളുകൾ അതിനകത്ത് തന്നെയുണ്ട്, ഇതിനേക്കാൾ വലിയ പട്ടിണി അനുഭവിക്കുന്നവർ. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? അവർക്ക് സാംസ്കാരികമായ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. മധു സാംസ്കാരികമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവരാക്രമിക്കപ്പെടുമ്പോൾ അതിവിടെ ഒരു പ്രശ്നമായി അനുഭവപ്പെടുകയേയില്ല.
ഗാൽത്തുങ് പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൽ നടക്കുന്ന സ്ട്രക്ചറൽ വയലൻസ്, ഡയറക്റ്റ് വയലൻസ്, അയാൾ 3 വയലൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്റ്റ് വയലൻസ്, സ്ട്രക്ചറൽ വയലൻസ്, കൾച്ചറൽ വയലൻസ്. ഈ 2 വയലൻസുകളെയും, തെരുവിൽ നടക്കുന്ന വേട്ടകളെ കൾച്ചറൽ വയലൻസ് സപ്പോർട്ട് ചെയ്യും, ന്യായീകരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഈ സംവരണമൊക്കെ പോലെയുള്ള ചില സംഗതികളുണ്ടല്ലോ, ചില സ്ട്രക്ചറലായ സംഗതികൾ, അതിനകത്ത് നടക്കുന്ന അക്രമങ്ങളെയും കൾച്ചറൽ വയലൻസ് വളരെ ഭംഗിയായി ന്യായീകരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഐക്യ കേരളം എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ മഹത്വം കൊണ്ട് ഹൃദയം കോർക്കപ്പെട്ട ഒരു സമൂഹം എന്നുള്ള സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് മനുഷ്യ സമൂഹമുണ്ട് കേരളത്തിൽ. അവരെയൊക്കെ പ്രതിനിധീകരിക്കാവുന്ന തരത്തിൽ നമ്മുടെ ഭാഷ, അതിൻ്റെ ലിപി കൊണ്ട്, അതിൻ്റെ പദാവലി കൊണ്ട്, അതിൻ്റെ പഴഞ്ചൊല്ലുകളുടെ പെരുമ കൊണ്ട്, അതിലെ കടങ്കഥകളുടെ മഹത്വം കൊണ്ട്, അതിലെ മിത്തുകളുടെ ആശയലോകം കൊണ്ട്, അതിലെ താളങ്ങളുടെ വൈവിധ്യം കൊണ്ട്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മലയാളികളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതായി നമ്മുടെ മലയാളം മാറുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സമൂഹമായി നിൽക്കുക വളരെ പ്രയാസമായിരിക്കും. ഇനി എങ്ങനെ നിൽക്കുമ്പോഴും അതിഭീകരമായ അറ്റാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ മധുവിന് സംഭവിച്ച ദുരന്തത്തിൽ വേദനിക്കപ്പെടാതെ പോയതുപോലെ ഒരു ഒരു അവഗണിക്കപ്പെടാവുന്ന സംഗതിയായി അവസാനിക്കുകയും ചെയ്യും. ഇത് ഇവിടെ ഒരു ആമുഖമായി പറഞ്ഞതാണ്. ഞാനത് പറയാൻ കാര്യം, എന്തിനാണ് നമ്മൾ അറബി മലയാളത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നത്, പൊയ്കയിലപ്പച്ചനെക്കുറിച്ച് പഠിക്കുന്നത്, ആദിവാസി പാട്ടുകൾ പഠിക്കുന്നത്? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പക്ഷേ എസ് ഹരീഷും KJ ബേബിയൊക്കെ കേരളത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. അറബി മലയാളത്തിൻ്റെ വേറൊരു സംഗതി, യഥാർത്ഥത്തിൽ ഈ അറബി മലയാളം ഉണ്ടായത് കേരളത്തിലാണ്. അത് മുഴുവൻ മലയാളികൾക്കൊന്നും മനസ്സിലാവില്ല, അത് ശരിയാണ്. അറബി അറിയാവുന്നവർക്കും മനസ്സിലാവില്ല, എന്നാൽ അറബി അറിയാത്തവർക്കും മനസ്സിലാവില്ല. പക്ഷേ അറബി മലയാളം സംസാരിച്ചിട്ടുള്ളത്, അത് ലക്ഷദ്വീപിലായാൽ പോലും അറബി മലയാളം സംസാരിച്ചിട്ടുള്ളത് മുഴുവൻ മലയാളികളോടാണ്. മലയാളികൾക്ക് മാത്രമേ, ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മലയാളികൾക്ക് മാത്രമേ മനസ്സിലാവൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മണ്ണിൽ രൂപപ്പെട്ട, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു വിശേഷ സംഗതിയാണ് ഈ അറബി മലയാളം. അതുകൊണ്ട് അതിനെ പഠിക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അറബി ലിപി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അറബി ഭാഷ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ അതിനകത്തേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തത്, മലയാളത്തിന് വേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഈ അഡാപ്റ്റേഷൻ്റെ ഒരു ചരിത്രം പക്ഷേ ഇൻ്റർനാഷണലാണ്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. പക്ഷേ ഈ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം, അതിലെ വളരെ കുറച്ച് ചിത്രങ്ങളേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ഈ ജീം എന്ന് പറയുന്ന അക്ഷരം വരുമ്പോൾ അതേ രൂപത്തിൽ പുള്ളികൾ കൊണ്ട് മാത്രം ഉച്ചാരണം മാറുന്ന വേറെ 3 അക്ഷരങ്ങൾ വരികയാണ്. അപ്പോൾ ചിത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് തുടക്കത്തിൽ ഈ അറബി ലിപിയുടെ ചരിത്രം പറയുന്നത് തുടക്കത്തിൽ ഇതിനൊന്നും പുള്ളിയും സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 3 അക്ഷരങ്ങളിൽ ഏതാണെന്ന് തിരിച്ചറിയുന്നത് അവരുടെ ദൈനംദിന വ്യവഹാരത്തിൻ്റെ ബലം കൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് അതിന് ഈ പുള്ളികൾ കൊടുത്തിട്ട് അക്ഷരങ്ങളെ വേർതിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ ചിത്രത്തെ തന്നെ വ്യത്യസ്തങ്ങളായ ചിഹ്നങ്ങളോ പുള്ളികളോ വരകളോ കൊടുത്ത് വെവ്വേറെ അക്ഷരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവണത അടിസ്ഥാനപരമായി അറബി ഭാഷയിലുണ്ട്. ഈ സംവിധാനത്തെ ഒന്ന് വിപുലീകരിക്കുകയാണ്
യഥാർത്ഥത്തിൽ അറബി മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുറച്ചധികം പുള്ളികൾ കൂടി കൊടുക്കുക, ചിത്രങ്ങൾ നിലവിലുള്ളത് തന്നെ, ചില വരകൾ. ഇപ്പോൾ ഈ ഗ എന്ന് പറയുന്ന അക്ഷരമൊക്കെ ഉണ്ടാക്കുമ്പോൾ കായുടെ മേലെ ഒരു വര വരഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ച ഉണ്ടാക്കുന്നത് ജായുടെ ഒരു പുള്ളിക്ക് കൂടെ രണ്ടെണ്ണം കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അറബി ഭാഷയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവണത അതേപോലെ സ്വീകരിച്ചിട്ടാണ്, അതിനൊന്ന് വിപുലീകരിച്ചിട്ടാണ് ബേസിക് അറബി ചിത്രങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ കൂടെ വരകളും പുള്ളികളും അധികമായി ചേർക്കുകയും ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. ഇത് കേരളത്തിൽ മാത്രം സംഭവിച്ച പ്രവണതയല്ല. ഇത് നമ്മളെല്ലാവരും പറയാറുണ്ട്. പിന്നെ എന്താണ്, തമിഴിലുണ്ട്, കൊങ്കണിയിലുണ്ട്, പഞ്ചാബിയിലുണ്ട്, ബംഗാളിയിലുണ്ട്, സിന്ധിയിലുണ്ട്, അങ്ങനെ പലയിടങ്ങളിലായുണ്ട്. ആഫ്രിക്കൻ ഭാഷകളിലുമുണ്ട്. അവരതിനെ വിളിക്കുന്ന പേരാണ് അജമി പാരമ്പര്യം എന്നാണ്. അജമി എന്ന് പറയുന്നതിന് അവർ നിർവചിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭാഷകളെ അറബി ലിപി ഉപയോഗിച്ച് എഴുതുന്നതിനാണ്. അപ്പോൾ ആ രീതിയിൽ ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു പ്രക്രിയയെ കേരളത്തിൽ മലയാളത്തിന് വേണ്ടി പ്രയോഗിച്ചതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ അറബി മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ എന്തു വേണ്ടി വരും? ഈ അറബി മലയാളത്തെക്കുറിച്ചുള്ള നമ്മളുടെ പഠനം ഇങ്ങനെ ലോകത്തിന് നേരെ, അതിലെ ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുണ്ടായ സംവിധാനങ്ങൾക്ക് നേരെ, അതിലെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഇടപാട് ഈ രീതിയിൽ രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ അറബി മലയാളത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ ഏറ്റവും ഗുരുതരമായി നാം കൊണ്ടു നടക്കുന്ന ഒരു ധാരണ പെശക് എന്ന് എനിക്ക് തോന്നുന്നത്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഇതിൻ്റെ നേർക്ക് നേരെ ഈ അറബി ഭാഷയും ഇസ്ലാമും തമ്മിലുള്ള കഠിനമായ ബന്ധത്തിൻ്റെ പേരിൽ ഒരു ഇസ്ലാമിൻ്റെ വരവുമായി ഇതിനെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത. യഥാർത്ഥത്തിൽ അറബി ലിപി ഇവിടെ പരിചയപ്പെടുത്തുന്നതിൽ ഇസ്ലാമിന് പങ്കുണ്ട്, അത് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. പക്ഷേ ഈ ലഭ്യമായ അറബി ലിപിയെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത് ഇസ്ലാമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലും ഈ സൗത്ത് ഏഷ്യൻ നാടുകളിലും ഒക്കെയുള്ള ഈ ഇസ്ലാമിൻ്റെ ഒരു വികാസ ചരിത്രം, അതിൻ്റെ ഒരു വ്യവഹാരവും സംഗതികളും ഒക്കെ പരിശോധിക്കുമ്പോൾ സാമാന്യ ജനതയോട്, നമ്മുടെ ഈ ആഫ്രിക്കയിലായാലും സൗത്ത് ഏഷ്യൻ നാടുകളിലായാലും ഒക്കെ കാണാവുന്ന ഒരു പ്രത്യേകത, ഇവിടുത്തെയൊക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് കൺവെർട്ട് ചെയ്തിട്ടുള്ളവരാണ്, തദ്ദേശീയരായ കൺവെർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഫ്രിക്കയിലും ഉണ്ടെന്നാണ് പറയണത്. പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷന് വിധേയമായി ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഈ ജാതീയമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ നിന്നാണ്. അവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ അക്ഷരലോകത്തേക്ക്, നേരത്തെ ശ്രീനാഥ മാഷി സൂചിപ്പിച്ചതുപോലെ അക്ഷരലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരല്ല, അതുമായിട്ട് ബന്ധമുള്ളവരുമല്ല. അവിടെ ആ ഒരു സമൂഹത്തോട് സംസാരിക്കാൻ, അവരുമായി ഭാഷാപരമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത് അറബി ഗ്രന്ഥങ്ങൾ വഴിയല്ല. അത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുന്നത് സൂഫി മൂവ്മെൻറ്റ് വഴിയാണ്. ഇനി നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അറബി മലയാളത്തിലെ രചനകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, ചിലപ്പോൾ ലോകവീക്ഷണം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചില കൺസെപ്റ്റുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചരിത്ര സമീപനം കൊണ്ടായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ മിക്കവാറും രചനകൾ സൂഫി ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട്
ഈ തൻവീർ അഞ്ചും എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി പണ്ഡിതൻ ഇസ്ലാമിൻ്റെ ലോക്കലൈസേഷനെ കുറിച്ച് നടത്തുന്ന ഒരു പഠനത്തിൽ അയാൾ ഈ അറബി ഭാഷയുടെ ലോക്കലൈസേഷനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അജമി പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരതിനെ സൂചിപ്പിക്കുന്നത് ഈ മുരീദിയ തെരീക്കത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു തെരീക്കത്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതാണ് അവിടുത്തെ ഭാഷകളെ ഇങ്ങനെ ഈ അറബി ഉപയോഗിച്ച് എഴുതാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ സ്വാധീനമാണ്. ഇവിടെ തന്നെ ഇപ്പോൾ മൊഹീദ്ദീൻ മാല, എന്തുകൊണ്ടാണ് അറബി മലയാളത്തിലെ ആദ്യത്തെ കൃതി മൊഹീദ്ദീൻ മാലയാവുന്നത്? അല്ലെങ്കിൽ തൊട്ട് ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും കപ്പപ്പാട്ട് എന്തുകൊണ്ടാണ് സൂഫി ആശയമുള്ളതായി മാറുന്നത്? നൂൽമാലയും നൂൽമധു എന്തുകൊണ്ടാണ് സൂഫി ആശയമുള്ളതായി മാറുന്നത്? ഇനി ഈ നമ്മുടെ ശുജായി മൊയ്ദ് മുസ്ലിയാരെ പോലുള്ള ആൾക്കാരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടാണ് സൂഫി സ്വാധീനമുള്ളതായിട്ട് മാറുന്നത്, സൂഫി കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളുന്നതായിട്ട് മാറുന്നത്? അപ്പോൾ ഗദ്യകൃതികളിലടക്കം ആ ഒരു സൂഫി കൺസെപ്റ്റ് ഇങ്ങനെ ലീനമായി നമുക്ക് കാണാൻ കഴിയുന്നു എന്ന വസ്തുത മുമ്പിൽ വയ്ക്കുമ്പോഴും ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം നിർവഹിച്ച ഭാഷാ സേവനങ്ങളെ അനുസ്മരിക്കുന്ന തലത്തിൽ ഒരുപക്ഷെ അതിന് സമാന്തരമായി അതേ കാലത്ത് കൊണ്ടും കൊടുത്തും അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള സൂഫി മൂവ്മെൻറ്റിൻ്റെ കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അറബി മലയാളത്തെ പഠിക്കാൻ എന്നതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. ഇത് പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ അറബി മലയാളത്തെ നമുക്ക് നേരാൻ വണ്ണം മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മൊഹീദ്ദീൻ മാലയിൽ കാഫ് മലയെന്നും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പ്രയോഗമുണ്ട്. അത് പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടിൻ്റെ തുടക്കത്തിൽ PT അബ്ദുറഹ്മാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനമൊക്കെ പോയി സൗദി അറേബ്യയിലെ ഏതോ ഒരു മരുഭൂമിയിലുള്ള ഒരു പർവ്വതമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൺഡേ സപ്ലിമെൻറ്റുകളിൽ ലേഖനമൊക്കെ വന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങളും സൂഫി സൂഫികൾ ഈ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന ഈ പ്രാതിനിധ്യ സ്വഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ചില പഠനങ്ങളൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഏതാണ്ട് ഹിന്ദു മിത്തോളജിയിൽ മേരുപർവ്വതം എന്ന് പറയുന്നത് പോലുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെയുള്ള അതിന് സമാനമായ ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ കാഫ് മലയെക്കുറിച്ചുള്ളത് എന്ന് ഇതിനകത്ത് കാണാൻ പറ്റും. അത് അത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ അറബി മലയാളം അടക്കമുള്ള ഇത് നിങ്ങൾ അറബി തമിഴിലെ രചനകളുടെ ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നമുക്ക് കിട്ടാവുന്ന സംഗതികൾ ഈ അറബി ലിപി ഉപയോഗിച്ചതിൻ്റെ സ്വഭാവങ്ങൾ, ബാവുൽ ഗായകന്മാരിൽ ചിലരുണ്ടല്ലോ അങ്ങനെ അറബി പഞ്ചാബി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, അവരുടെ പാട്ടുകളിലെ കൺസെപ്റ്റുകളൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയുള്ള പഠനങ്ങളിൽ നമ്മുടെ കണ്ണിൽ തടഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സൂഫി കൺസെപ്റ്റുകൾ മനസ്സിലാവാതെ, അതും അതിനകത്ത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെന്ന് കരുതി നമ്മൾ ഈ വഹദത്തു ശുഹൂദൊക്കെ പോലെയുള്ള ചില ആശയങ്ങളുടെ സൂഫി ആശയങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചാൽ ഇത് കിട്ടുകയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്താണ് അതിനകത്ത് പ്രധാനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മൊഹീദ്ദീൻ മാലയാണ്. ഈ മൊഹീദ്ദീൻ മാല പ്രതിനിധാനം ചെയ്യുന്ന ഒരു സൂഫി സംവിധാനമുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അബ്ദുൽ ഖാദർ ജീലാനി മരിച്ചുപോയി നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അങ്ങേരുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അബ്ദുൽ ഖാദർ ജീലാനിയുടെ മഹത്വത്തെ നിങ്ങൾക്ക് ആശ്രയിക്കാം എന്ന് നമ്മളോട് ഖാദി മുഹമ്മദ് പറയുന്നത് അങ്ങേര് മരിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മരണാനന്തരവും മറ്റുള്ളവരെ സഹായിക്കാൻ ഈ മഹത്തുക്കൾക്ക് കഴിയുമെന്ന ഒരു ആശയത്തിൻ്റെ പ്രഘോഷണമാണ് യഥാർത്ഥത്തിൽ ഈ മൊഹീദ്ദീൻ മാല മുന്നോട്ട് വയ്ക്കുന്നത്.
ആ ഒരു സ്റ്റേജിലേക്ക് തരീക്കത്തുകൾ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമുള്ള സൂഫിസമാണ് യഥാർത്ഥത്തിൽ അറബി മലയാളത്തെ സാധ്യമാക്കുന്നത്. അതല്ലാതെ സൈദ്ധാന്തികമായി നമ്മൾ പഠിക്കുന്ന സൂഫിസം ആയിക്കൊള്ളണം എന്നില്ല. ഈ പരിണാമം കൂടെ മനസ്സിൽ വെച്ചെങ്കിലേ ഇതിനെ കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ അറബി മലയാളത്തിൻ്റെ കാലത്തിനെ കുറിച്ച് ആലോചിക്കാൻ കുറച്ചൊരു എളുപ്പം കിട്ടും. ഒരുപാട് പൊതുപ്രസ്താവനകളിൽ നമ്മുടെ മാലിക് ബിൻ ദീനാർ ഈ ഇസ്ലാം പ്രബോധനാർത്ഥം കേരളത്തിൽ വന്ന കാലം മുതൽക്ക് തുടങ്ങിയ ഒരു സംവിധാനമാണ് അറബി മലയാളം എന്നാണ് അറബി മലയാളത്തിൻ്റെ ഒരു ഉൽപ്പത്തി കാലത്തെക്കുറിച്ച് പറയാറുള്ളത്. അതാണെങ്കിൽ 9-ാം നൂറ്റാണ്ടെന്നോ 12-ാം നൂറ്റാണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, തെരീക്കത്ത് ഡെവലപ്മെൻറ്റ് സൂഫിസത്തിൽ സംഭവിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വരുമ്പോൾ 13-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു സൂഫിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഫരീദുദ്ദീൻ ഖുറാസാനി, മുൾത്താനിയാണ്. അയാൾ ആണ് ആദ്യം ആ തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 1607 എഴുതപ്പെട്ട മൊഹിയുദ്ദീൻ മാല സാമാന്യം പാകമായ ഒരു ഭാഷയാണ്. അപ്പോൾ ഈ 13-ാം നൂറ്റാണ്ടിൻ്റെയും മൊഹിയുദ്ദീൻ മാല എഴുതപ്പെട്ട 1607-ൻ്റെയും ഇടയിലുള്ള കാലത്ത് രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അറബി മലയാളം എന്ന ഒരു സാമാന്യ കാലധാരണ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായി പോകണമെങ്കിൽ പിന്നെയും സംഗതികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അറബി മലയാളത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു സംഗതി അതിനകത്ത് കാണുന്ന പല ഭാഷയിലുള്ള പദങ്ങളാണ്. അറബി ഉണ്ടാവും, പേർഷ്യൻ ഉണ്ടാവും, തമിഴ് ഉണ്ടാവും. ഉച്ചയ്ക്ക് മനോജ് മാഷ പരിപാടി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അറബി മലയാളം എന്ന് പറയുന്നതിന് ചിലപ്പോൾ നമ്മൾ പേര് മാറ്റിയിട്ട് തമിഴ് മലയാളം എന്ന് പറയേണ്ടി വരുമോ. അത്രയേറെ സ്വാധീനമാണ് തമിഴിൽ നിന്ന് അറബി മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. ചില അറബി വാക്കുകളെയൊക്കെ മോയിൻകുട്ടി വൈദ്യർ തന്നെ ഹമല എന്ന് പറയുന്നൊരു ഗർഭിണിയായി ഗർഭം ധരിച്ചു എന്നുള്ള വാക്കിനെ തമിഴ് വൽക്കരിച്ചിട്ട് ഹമലൈ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് കാണാം. അത്രത്തോളം തമിഴിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനറലായി നമ്മൾ പറയും ഇങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള പദാവലികൾ വന്നിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് ഇത് വന്നത്? ഇത് നല്ല രസമാണ്. ആളുകൾ പറയുക ചോദിച്ചാൽ വലിയ പ്രാസനിയമങ്ങളാണ് ധാരാളം ഈ തമിഴിലെ. എനിക്ക് അതിൽ നല്ല വെളിച്ചം തരുന്നതാണ്. നിങ്ങൾ ഈ നമ്മുടെ ഈ 2 ദിവസത്തെ പ്രോഗ്രാമിലെ ഏത് സെഷനിൽ അശ്രദ്ധരായാലും ഇത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന സെഷൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം അത് പിന്നെ നമ്മുടെ ഈ താളപാരമ്പര്യത്തെക്കുറിച്ച്, ഈശലിനെക്കുറിച്ച് നമ്മളെ വല്ലാത്ത അവഗാഹം തരുന്ന, യോജിക്കോ വിയോജിക്കോ ഒക്കെ ചെയ്യാം, പക്ഷെ നമുക്ക് ധാരാളം ആശയങ്ങൾ തരുന്ന ഒരു ക്ലാസ്സാണ്, ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ പ്രാസങ്ങളെ ഒപ്പിക്കാൻ വേണ്ടി പദങ്ങൾ തിരഞ്ഞു നടക്കുകയാണ്. ഏത് ഭാഷയിലെ പദമാണോ പ്രാസത്തിന് പാകമായി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് മാപ്പിളപ്പാട്ട് എഴുത്തുകാരുടെ രീതിയെന്നും അതുകൊണ്ടാണ് ഇത്രയേറെ ഭാഷയിലെ പദങ്ങൾ അറബി മലയാളത്തിൽ കാണുന്നതെന്നുമാണ് സാധാരണഗതി പറയുന്ന ഒരു സംഗതി. ഇത് ഈ കവിതയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയണത്. ഒരു കവി, ഒരു പാട്ടെഴുത്തുകാരൻ ഒരു വാക്ക് അതിൻ്റെ വിത്തും വേരും ഒന്നും അറിയാതെ കേവലമായ അതിൻ്റെ അക്ഷരത്തെക്കുറിച്ച് മാത്രമുള്ള ധാരണയുടെ ബലത്തിൽ എടുത്തിട്ട് പ്രാസത്തിന് പാകമാവുന്ന തരത്തിൽ കവിതയിലോ പാട്ടിലോ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അവനെ അന്ന് നാട് കടത്തേണ്ടതാണ്.
ഇത് അവനവന് കിട്ടുന്ന ഭാഷയാണെന്നേ. നമുക്കുള്ളൊരു ധാരണ എന്താണ്? ഹുസ്നുൽ ജമാലിനെ കുറിച്ചുള്ള പഠനം ഫോസറ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഓഥർ എന്നുള്ള നിലക്ക് മോയിൻകുട്ടി വൈദ്യരെ ഗംഭീരമായൊരു പരിചയപ്പെടുത്തുന്നുണ്ട്. അയാളുടെ സമൂഹത്തിലെ മറ്റെല്ലാവരെയും പോലെ നിരക്ഷരനും വിദ്യാവിഹീനനുമായിരുന്നു എന്നാണ്. ശരിയാണല്ലോ. അതുകൊണ്ടാണ് 10-12 പുസ്തകം എഴുതാൻ അയാൾക്ക് പറ്റിയത്. അങ്ങനെയുള്ള ഒരാൾ പാട്ടെഴുതുമ്പോൾ അതിനകത്ത് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി പല ഭാഷകളിലെ പദാവലികൾ കൊണ്ടുവരുന്നു. ഞാൻ വിചാരിക്കുന്ന ഒരു ഉപായം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി, ശരിയോ തെറ്റോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഈ സൂഫി ലോകത്തു നിന്ന് ഇവർ പരിചയപ്പെട്ട ഭാഷയും പദങ്ങളുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഒരു പക്ഷേ അറബിയേക്കാളേറെ സൂഫി ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള, ഇനി അല്ലെങ്കിൽ അറബിയോടൊപ്പം സൂഫി ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള പേർഷ്യൻ ഭാഷ, അതിലെ പദങ്ങൾ കാണും. കേരളത്തിലെ ഈ സൂഫിസവുമായി തമിഴ്നാട്ടിലെ സൂഫിസത്തിനുള്ള ബന്ധം, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ എല്ലാ ഈ അറബി തമിഴിലെ കവികൾക്കും ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ സമീപകാലത്ത് ഞാനൊരു ഒരു 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 ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്തൊരു പരാമർശം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മൗലവി എഴുതിയതാണ്. അയാൾ പറയുന്നുണ്ട്, ഈ ചെറിയ കാലത്ത് ഇയാൾ ചെറിയ കാലത്തല്ല, യുവാവായിരിക്കുമ്പോൾ വരെ ഇയാൾ ഈ കല്യാണ വീടുകളിലെ പാട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകും. അതൊരു മത്സരമാണ്. വരൻ്റെ വീട്ടുകാരുടെ സംഘം ഉണ്ടാവും, വധുവിൻ്റെ വീട്ടുകാരുടെ പാട്ട് സംഘം ഉണ്ടാവും. ഇവർ തമ്മിലുള്ള മത്സരത്തിൽ അതിന് നിബന്ധനകൾ പറയുന്ന കൂട്ടത്തിൽ ഇയാൾ പറയുന്നുണ്ട്, പുലവന്മാരുടെ പാട്ടുകളാണ് പ്രധാനമായിട്ട് പാടുക. അപ്പം അതിൻ്റെ ഒരു വ്യവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഒരു പാട്ട് ഒരു സംഘം പാടി അവസാനിപ്പിച്ചാൽ അടുത്ത ആ പാട്ട് അവസാനിപ്പിച്ച അവസാനത്തെ പദം കൊണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ പാദത്തിലെ പദം കൊണ്ട് വേണം അടുത്ത പാട്ട് തുടങ്ങാൻ എന്നാണ്. ഇത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ഈ മിക്കവാറും ഒക്കെ ഈ വൈദ്യരുടെയൊക്കെ കൃതികളെടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ട് തുടങ്ങുന്നത് ഇതേ വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് പുലവരുടെ ഒരു പാട്ട് ഒരാൾ പാടിയാൽ മിക്കവാറും ആ പുസ്തകത്തിലെ മിക്കവാറും പാട്ടുകൾ പാടേണ്ടി വരും, അല്ലെങ്കിൽ പാടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ തരത്തിൽ ജനകീയമായി, ഇതിങ്ങനെ ഒരു അക്കാഡമികമായ ഒരു സംഗതിയൊന്നും അല്ലല്ലോ, ജനകീയമായി ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന, വളരെ സാധാരണക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംഗതിയാണിത്. അതിൻ്റെ മറ്റ് പല തലങ്ങളും നമുക്ക് പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തമിഴും ഈ പേർഷ്യനും ഉറുദുവും, ഈ പേർഷ്യനെ ഉറുദിനെയും സെപ്പറേറ്റായിട്ട് പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. അറബിയും മലയാളവുമാണ്, അല്ലെങ്കിൽ തമിഴുമാണ് ഇതിനകത്ത് വരുന്ന ഈ പ്രധാനപ്പെട്ട സംഗതികൾ. ഇതിനെ മുഴുവൻ ഈ മാപ്പിളപ്പാട്ടെഴുത്തുകാരുടെ, അറബി മലയാളം എഴുത്തുകാരുടെ മേശപ്പുറത്തേക്ക്, മസ്തിഷ്കത്തിലേക്ക്, ആലോചനകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഈ സൂഫി ട്രഡീഷനാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതല്ലാതെ ഒരു വളരെ യാന്ത്രികമായി അങ്ങനെ ഒരു പദ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ള, ഞാൻ സമയം ആവുകയാണ്, നമുക്ക് നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടെ ഒന്ന് തിരിച്ചു പോയിട്ട് നമുക്ക് ഇന്നിപ്പോൾ നിലവിലുള്ള നമ്മുടെ ഈ അറബി മലയാളം ഉണ്ടല്ലോ, അതിപ്പോൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ വളരെ ശുഷ്കമായ കോലത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് വലിയ ഒരു യുദ്ധം അറബി മലയാളത്തിനെതിരെ നടന്നതിൻ്റെ അനന്തരഫലമായാണ് യഥാർത്ഥത്തിൽ ഈ മലയാളം
മലയാളത്തിലേക്ക് മാറാനും ഒക്കെയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, സ്കൂളിലെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു കുട്ടിയുടെ പേര് മലയാളത്തിൽ എഴുതുമ്പോൾ അത് എഴുതാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. കൃഷ്ണൻ നായർ സാഹിത്യഭാരഫലത്തിൽ തുടർന്ന പ്രക്രിയ നമ്മൾ ഇതിലേക്ക് കൂടെ ഒന്ന് നീട്ടി വായിച്ചാൽ എന്തൊരു അസംബന്ധമാണ് അതെന്ന് ആലോചിച്ചു. നമ്മൾ ജീവിക്കുന്ന ഒരുപക്ഷെ ഈ കേരളീയ ജനസംഖ്യയുടെ 1/4 വരുന്ന ഒരു ജനതയ്ക്ക് സ്വന്തം പേര് പോലും കൃത്യമായി എഴുതാൻ കഴിയാത്ത ഒരു മലയാളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. മക്തി തങ്ങളൊക്കെ ചെയ്ത വലിയ സേവനം അനിവാര്യമായും ആവശ്യപ്പെട്ടിരുന്ന ഒരു അനുബന്ധ പ്രവർത്തനമുണ്ടായിരുന്നു. സംസ്കൃതത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ടി നാം അക്ഷരങ്ങളോ ലിപികളോ കൂടുതലായി ചേർത്ത് അല്ലെങ്കിൽ ഗ്രന്ഥലിപിയെ സ്വീകരിച്ചതുപോലെ ഈ അറബി മലയാളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ ആ അക്ഷരങ്ങളെയും കൂടെ പ്രതിനിധീകരിക്കാനുള്ളൊരു സംവിധാനം എൻ്റെ മലയാളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇതാണ് എൻ്റെ മലയാളമെന്ന് സങ്കോചമില്ലാതെ എനിക്ക് തോന്നുന്ന ഒരു കാലമുണ്ടാകുമായിരുന്നു. നിങ്ങൾ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ മഹാഭാഗ്യവാനാണ്. എൻ്റെ പേരെഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എൻ്റെ പേരെഴുതാൻ ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റു പലരുടെയും മുക്കാലയമുണ്ടാണി ആളുകളുടെയും സ്വന്തം പേരെഴുതാൻ കഴിയാത്ത ഭാഷയെ, ലിപിയെ, ഭാഷയെ ആണ് നമ്മൾ അവർക്ക് മലയാളമായി മാതൃഭാഷയായി ഉയർത്തിപ്പിടിക്കേണ്ടതെന്നുള്ള ഒരു ക്രൈസിസ് ഉണ്ടല്ലോ. അതത്ര ചെറിയ ക്രൈസിസ് അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സാഹിത്യചരിത്രങ്ങളും നമ്മുടെ ലിപിയും നമ്മുടെ വ്യാകരണ ഗ്രന്ഥങ്ങളും നമ്മുടെ ശബ്ദകോശങ്ങളും ഒക്കെ സാഹിത്യകൃതികളും ഒക്കെ അൻവറലിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ബാപ്പ ഉമ്മ എന്നൊക്കെ കവിതയിൽ എഴുതാൻ എനിക്ക് പറ്റാത്തതിനെക്കുറിച്ച് അങ്ങേര് സൂചിപ്പിച്ചിട്ടില്ലേ? പോലീസ് പിടിച്ചിട്ടൊന്നുമല്ല, അതൊരു സാംസ്കാരികമായ അന്തരീക്ഷമാണ്. ആ വാക്കുകളൊക്കെ ഗംഭീരമായി എഴുതിയിട്ടുള്ള ഒരാളാണ് ബഷീർ. പക്ഷേ ബഷീറിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ പറയാം ബഷീറിൻ്റെ അച്ഛൻ എന്നാണ്. അപ്പോൾ നമുക്ക് ബഷീറിൻ്റെ ഉമ്മാൻ്റെ ഒരു കയ്യിൽക്കണ ഓർമ്മ വരും. മാതാവെന്ന് വിളിച്ചപ്പോൾ അടിച്ച ഒരു വടിയില്ലേ, എന്തൊരു അപമാനിക്കലാണ് ഈ സംഗതി. ഞാൻ പറഞ്ഞത് സാംസ്കാരികമായി നമ്മളെ മലയാള ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത അത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സാംസ്കാരികമായി നമുക്ക് പിന്നെ ഞാനിതൂടെ പറഞ്ഞു നിർത്തുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ രാഷ്ട്രീയം ജനാധിപത്യത്തിൻ്റേതാണ്. പക്ഷേ തെരുവുകൾ തോറും നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിച്ചിട്ടുണ്ട് സാമ്പത്തിക ജനാധിപത്യം നടക്കാതെ, സോഷ്യലിസ്റ്റുകൾ പ്രസംഗിച്ചിട്ടുണ്ട് സാമ്പത്തിക ജനാധിപത്യം നടക്കാതെ ഇത് രാഷ്ട്രീയ ജനാധിപത്യം ഫലപ്രദമാവില്ല. അംബേദ്കറും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ വന്നപ്പം അതിനേക്കാൾ ഉച്ചത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് സാമൂഹിക ജനാധിപത്യം നടക്കാതെ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം ഫലവത്താവില്ല, സാമ്പത്തിക ജനാധിപത്യവും ഫലവത്താവില്ല. എനിക്കതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് സാംസ്കാരിക ജനാധിപത്യം കൂടി നടക്കാതെ നമ്മുടെ ജനാധിപത്യം ഫലവത്താവില്ല എന്നത് യോഹാൻ ഗാൽത്തോങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചറൽ വയലൻസ് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി ഉയർത്തുന്ന ചോദ്യമാണ്.
ആ മഹത്തായ ദൗത്യത്തിലേക്കുള്ള എൻ്റെ അയൽക്കാരനെ, അവൻ്റെ ജാതിയോ മതമോ ഏതായാലും അതെൻ്റെ മലയാളത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ നമ്മുടെ മാതൃഭാഷയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അന്നോളം മലയാളി എന്ന പൊതുസമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിനകത്ത് ഒരുപാട് ചുരികകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായി ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഈ കടുവാക്കുകൾക്ക് ക്ഷമ ചോദിക്കുന്നു. നന്ദി.